നമ്മളുമായി ഒട്ടും സാമ്യതയില്ലാത്തവരായിട്ടാവും നാം അധികം കൂട്ടുകൂടാറുണ്ടാവുക. അത് ചിലപ്പോൾ വ്യത്യസ്തമായ ജീവഗണത്തിൽപ്പെട്ടവർ തമ്മിലുമാവാം. അത്തരത്തിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ചില അപൂർവ സൗഹൃദങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പെറ്റ് ബഫല്ലോ. വളർത്തുമൃഗങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക നായയോ പൂച്ചയോ അല്ലെങ്കിൽ പക്ഷികളെയും ഒക്കെ ആയിരിക്കും. എന്നാൽ 6 അടി ഉയരവും 1200 കിലോഗ്രാമോളം ഭാരവുമുള്ള ഒരു പോത്തിനെയാണ് ഇവിടെ പെറ്റാക്കിയിരിക്കുന്നത്. ടെക്സാസിലുള്ള റോണി ഷെറോൺ എന്നീ ദമ്പതികളാണ് ഈ ഭീമൻ പോത്തിൻ്റെ ഉടമസ്ഥർ. 14 വയസ്സുള്ള ഇവന് സ്വന്തമായൊരു റൂമും ഇവർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല TV-യിൽ കാർട്ടൂൺ കാണാനും അവനിഷ്ടമാണ്. വലിയ ശരീരമുണ്ടെങ്കിലും വീടിനുള്ളിൽ വളരെ ശ്രദ്ധയോടെ എവിടെയും തട്ടാതെയാണ് ഇവൻ നടക്കാറുള്ളത്. മാത്രമല്ല വീടിനുള്ളിൽ മൂത്രമൊഴിക്കരുതെന്ന് അവൻ സ്വയം മനസ്സിലാക്കിയതാണെന്നാണ് റോണി പറയുന്നത്. അതുപോലെ കാനഡയിലെ ജിം, ലിൻഡ എന്നീ ദമ്പതികൾക്ക് ഒരു പോത്ത് കൂട്ടുകാരനായിട്ടുണ്ട്. ബെയ്ലി ജൂനിയർ എന്ന പേരുള്ള ഇവൻ ജനിച്ചത് മുതൽ ഇവരുടെ കൂടെ തന്നെയാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കാറിൻ്റെ വിൻഡോയും മേൽഭാഗവും വെട്ടിമാറ്റി ബെയ്ലിക്ക് നിൽക്കാനുള്ള സൗകര്യവും ഇവർ ഒരുക്കി. കെവിൻ റിച്ചാർഡ്സൺ. ഹൈനകൾ വളരെ അപകടകാരിയായ ഒരു മൃഗമാണ്. ചിരിക്കാൻ കഴിവുള്ള ഒരിനം ജീവി കൂടിയാണ് ഇവകൾ. സിംഹങ്ങളെ വളർത്തുന്നതിൽ പേരുകേട്ട കെവിൻ ഹൈനകളുടെയും കൂട്ടുകാരനാണ്. കൂട്ടമായി ആക്രമിക്കാറുള്ള ഇവകൾ എന്നാൽ ഇദ്ദേഹത്തിന് മുൻപിൽ നല്ല അനുസരണയും സ്നേഹവും ഉള്ളവരായി മാറുന്നു. ഒരു വളർത്തച്ഛനെ പോലെയാണ് ഇവർ കെവിനെ കാണുന്നത്. UK ദി ജയന്റ് വോൾഫ്. 12 വയസ്സ് പ്രായമുള്ള ഒരു ഭീമൻ ചെന്നായാണ് UK. 5 അടി 4 ഇഞ്ച് ഉയരവും 55 കിലോഗ്രാം ഭാരവുമാണ് ഈ ഭീകരനുള്ളത്. ഫ്ലോറിഡയിലെ ഷൈവോൾഫ് സാഞ്ചുറിയിലാണ് ഇവൻ വസിക്കുന്നത്. UK പൂർണ്ണമായും ഒരു ചെന്നായല്ല. 87.5% ഗ്രേ വോൾഫും 8.6% സൈബീരിയൻ ഹസ്കിയും 3.9% ജർമ്മൻ ഷെപ്പേർഡുമാണ്. ഇത്തരത്തിൽ മിക്സഡ് DNA ഉള്ള ഇവകളെ വുൾഫ് ഡോഗ്സ് എന്നാണ് വിളിക്കുക. ഇവകൾ അൺപ്രഡിക്റ്റബിളും ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവയും കൂടാതെ അപകടം നിറഞ്ഞ ബ്രീഡ് കൂടിയാണ്. എന്നാൽ ഷൈവോൾഫ് സാഞ്ചുറിയിൽ അവൻ വളരെ സന്തുഷ്ടനാണ്. ഇവിടെയുള്ളവരുമായി നല്ല സ്നേഹത്തോടെയും അനുസരണയോടെയുമാണ് ഇവൻ ജീവിക്കുന്നത്. ദി ലയൺ കിങ്. ഡീൻ സ്നൈഡർ എന്നീ മനുഷ്യൻ സ്വിറ്റ്സർലാൻഡിലെ തൻ്റെ ജോലി രാജിവെച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് വരികയും ഹക്കൂണ മിപ്പാക്ക ഒയാസിസ് എന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി തുടങ്ങുകയും ഉണ്ടായി. 300 ഹെക്ടറിലുള്ള ഈ സാഞ്ചുറിയിൽ സിംഹം, ഇംപാല, കുഡോസ്, സീബ്ര, ഹൈന, ബബൂൺ തുടങ്ങി നിരവധി മൃഗങ്ങളുണ്ട്. എന്നാൽ സിംഹങ്ങളുമായി വലിയ ബന്ധമാണ് ഡീൻ തുടർന്നു വരുന്നത്. ഇദ്ദേഹത്തോടൊപ്പം കളിക്കാനും സമയം ചിലവഴിക്കാനും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഡീനിന് കൂടെ നിൽക്കാൻ അവർ അനുവാദം നൽകിയിട്ടുണ്ട്. വളരെ ദൃഢമായൊരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ദി ക്രൊക്കഡൈൽ വിസ്പറർ. ചീറ്റോ ഷെഡൻ എന്നീ മീൻപിടുത്തക്കാരന് പരിസ്മിന പുഴയിൽ ഒരു സുഹൃത്തുണ്ട്. 16 അടി നീളവും 450 കിലോഗ്രാം ഭാരവുമുള്ള ഒരു ഭീമൻ മുതലയാണത്. പോഞ്ചോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മുതലയെ ചീറ്റോ ആദ്യമായി കാണുമ്പോൾ ഇടത് കണ്ണിന് മുറിവേറ്റ നിലയിലായിരുന്നു. എന്നാൽ ഇദ്ദേഹം പോഞ്ചോയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വേണ്ട പരിചരണങ്ങൾ നൽകിയ ശേഷം തിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം തൻ്റെ വീടിൻ്റെ വരാന്തയിൽ വന്ന് കിടക്കുന്ന പോഞ്ചോയെയാണ് ചീറ്റോ കണ്ടത്. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ബന്ധം തുടങ്ങുകയും വർഷങ്ങളായി അത് തുടർന്നു വരികയും ചെയ്യുന്നു. പുഴയിൽ ഇവർ ഒന്നിച്ച് നീന്തുകയും കളിക്കുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല തൻ്റെ പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കാനും പോഞ്ചോ മറക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് സൗഹൃദമാണ് കൂടുതൽ അത്ഭുതം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്